സ്വന്തം ഭാഗം 78. ശ്രീദേവിന് താരയോട് ഒരു പ്രത്യേക താല്പര്യക്കൂടുതലുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അവൾ അവളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ജോലിയാണ് മോഡലിംഗ്. മോഡലിങ്ങിലൂടെയാണ് അവൾ ഈ ആഡിലേക്ക് വന്നത്. തുടക്കം മുതൽ ശ്രീദേവിന് ഒപ്പം ഈ ആഡിൽ താര തന്നെയായിരുന്നു. ഇനി ഇതെല്ലാം അറിയുമ്പോൾ ശ്രീദേവ് എങ്ങനെയായിരിക്കും തന്നോട് പെരുമാറുക എന്നാലോചിച്ച് അവൾക്ക് ചെറുതായി പേടി തോന്നി. അവൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. അല്പസമയത്തെ റിങ്ങിന് ശേഷം മറുവശത്ത് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ശ്രീദേവ് ആ ആഡിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നീ ചെയ്തത് എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? മിത്ര ചോദിച്ചു. മറുവശത്ത് നിന്നുള്ള റിപ്ലൈ കേട്ട് അവൾ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാം. നീ പറഞ്ഞതുപോലെ അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീദേവ് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണവുമില്ല. അതുകൊണ്ട് വെറുതെ ഇനി അതിൻ്റെ പുറകെ നടക്കണോ? നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഇതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. നീ തന്നെ പണം കൊടുത്ത് ആ ആഡിൽ നിന്നും താരയെ ഒഴിവാക്കി. പക്ഷേ ശ്രീദേവ് അതിൽ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധിച്ച് അഭിനയിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അത് ശ്രീദേവാണ്, അത് മറക്കരുത് നീ. പിന്നെയും മറുഭാഗത്ത് നിന്ന് മറുപടി വന്നതും, ഞാൻ ശ്രീദേവിനെ പുകഴ്ത്തി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞില്ലേ, അവനെക്കൊണ്ട് ഒരു കാര്യവും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അവന് തന്നെ തോന്നണം. എന്തായാലും ഞാൻ കാത്തിരിക്കാം. 2 ദിവസം കൂടി നോക്കാം. അതിൻ്റെ അണിയറ പ്രവർത്തകരെയും പിന്നെ ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും എല്ലാം കൊണ്ട് ഒന്നുകൂടി വിളിപ്പിച്ച് നോക്ക്. അവൻ എന്താ പറയുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഫോൺ കട്ട് ചെയ്തു. അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ശ്രീദേവ് അപ്പോഴും ഫോണിൽ ആരോട് സംസാരിക്കുന്നത് കണ്ടതും അവളുടെ നെറ്റി ചുളുങ്ങി. ഇന്ന് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ്. മുഴുവൻ സമയവും ഫോണിലാണ്. ഇവൻ ആരെയാണ് വിളിക്കുന്നത്? എങ്ങനെ അറിയാൻ പറ്റും എന്നെല്ലാം മിത്ര ഒരു നിമിഷം അവിടെ നിന്നും ആലോചിച്ചു. പിന്നെ തിരിഞ്ഞ് അവളുടെ വണ്ടിയിൽ കയറി അവൾ അവിടെ നിന്നും പോയി. ശ്രീദേവ് അവൾ പോയി കഴിഞ്ഞതും ഒന്ന് തലയുയർത്തി അവളുടെ വണ്ടി പോയ ഭാഗത്തേക്ക് നോക്കി. അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛ ചിരി വിരിഞ്ഞു. ഇതേ സമയം മൂന്നാറിലെ സ്വന്തം റിസോർട്ടിലിരിക്കുകയാണ് സഞ്ജീവ് പ്രഭാകർ. അവൻ സമ്മതിച്ചില്ല അല്ലേ? സഞ്ജീവ് അവൻ്റെ അനിയൻ സായൂജിനോട് ചോദിച്ചു. അത് ഏട്ടാ, നമ്മൾ അത്രയും കാശ് കൊടുത്ത് ആ താരയെ ഒഴിവാക്കിച്ചിട്ട് ഒരു ഗുണവും ഇല്ലാതായി പോയി. മിത്രയാണ് അത് ചെയ്യുന്നത് എന്ന് അവൾ പറഞ്ഞിട്ട് പോലും ശ്രീദേവ് അതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അവനെ ഈ ആഡിൽ ഒന്ന് കുരുക്കിയിടാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സായൂജ് സഞ്ജീവിൻ്റെ മുന്നിൽ കൂടി നടക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ബിസിനസ് ലോകമാണ്. ഇവിടെ എല്ലാവരെയും നിസ്സാരമായിട്ട് കാണരുത്, പ്രത്യേകിച്ച് ശ്രീദേവിനെ. ശ്രീദേവ് എന്ന് പറഞ്ഞാൽ വെറും ശ്രീദേവ് മാത്രമല്ല, ശക്തി ശ്രീദേവാണ്. അത് നീ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. നീ ഇങ്ങനൊരു കളി മിത്രയെ വെച്ച് കളിക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അത് വേണ്ട, അതൊരിക്കലും വർക്കൗട്ട് ആവില്ല എന്ന്. പക്ഷേ നിന്റെ ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴാണ് ഞാൻ നിന്നെ തടയാതിരുന്നത്, സഞ്ജീവ് പറഞ്ഞു. എന്നാലും ഏട്ടാ, നീ റിലാക്സ് ചെയ്യ്. ഞാൻ പറഞ്ഞില്ലേ, അവനെ കുരുക്കാനുള്ള കുരുക്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 3 നാളെ ഞാൻ കാണുന്നുണ്ട്. അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. അതിനു മുമ്പ് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത്, കേട്ടല്ലോ? സഞ്ജീവ് പറഞ്ഞുകൊണ്ട് മുന്നിലെ ഗ്ലാസ്സിൽ നിന്നും മദ്യം സിപ്പ് ചെയ്തു. അവൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. ഏട്ടന് എങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത്? ഇത്രയും വലിയ ടെൻഡർ, അതും SRD ഗ്രൂപ്പ് പിന്മാറിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. SS ഗ്രൂപ്പ്, അതിൽ ശ്രീദേവിന് പങ്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴും അവൻ്റെ വീട്ടുകാർക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മണ്ടന്മാരാണോ അവിടെയുള്ളത്? സായൂജ് ചോദിച്ചതും, മണ്ടന്മാരായിട്ടല്ല, അവർക്കൊക്കെ ഏകദേശം ഒരു സൂചന കിട്ടിയിട്ടല്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് SS ഗ്രൂപ്പ് ശ്രീദേവിൻ്റെയാണെന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. അതുപോലെ തന്നെ അവർക്കും അതിൻ്റേതായ തെളിവുകൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ അത് വിശ്വസിക്കാത്തത്. എന്തായാലും ചന്ദ്രമൗലി ഗ്രൂപ്പ് മുഴുവനും ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ എന്നെ കാണാനായിട്ട്.
എന്തായാലും ഞാൻ കാണട്ടെ, സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണം എന്ന്. ചന്ദ്രമൗലി ഗ്രൂപ്പിനെ തള്ളണോ അതോ കൊള്ളണോ എന്ന്. എന്തായാലും അവൻ്റെ മുറപ്പെണ്ണുണ്ട്, കനിക സിംഹ. ശ്രീദേവിനെ ഇപ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടി നടക്കുകയാണ് അവൾ. അത് അവനോടുള്ള പ്രേമം കൊണ്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾക്കിപ്പോൾ എങ്ങനെയെങ്കിലും അവനെ ചന്ദ്രമൗലി ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം. അതിന് പിന്നാലെ തന്നെ SRD ഗ്രൂപ്പുമായി ഒരു പാർട്ട്ണർഷിപ്പ്, പിന്നെ SS ഗ്രൂപ്പ്. അത് ശ്രീദേവിൻ്റെയാണോ എന്ന് അവൾക്കറിയണം. അതിന് ഏറ്റവും നല്ല വഴിയാണല്ലോ പ്രണയം പറഞ്ഞ് അവനെ വളച്ച് സ്വന്തമാക്കുക. അതാണ് അവൾ ഉദ്ദേശിക്കുന്നത്. സഞ്ജീവ് പറഞ്ഞു. നന്നായി, അവളന്ന് ചെന്നാൽ മതി. ശ്രീദേവ് അവളെ ചവിട്ടിക്കൂട്ടി പുറത്തേക്ക് എറിയും. അവനൊരു പ്രത്യേക ക്യാരക്ടറാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നല്ല നടൻ, അതും 4-5 ഭാഷകളിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇപ്പോഴും വെള്ളിത്തിരയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. എന്നിട്ടും ബിസിനസ്സും അവൻ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിൽ കൂടിയാണ് അവനെ പ്രണയിക്കുന്ന പെൺകുട്ടികളുടെ പ്രവാഹം. എന്നിട്ടും ഒരെണ്ണത്തിനെയും അവൻ തിരിഞ്ഞു നോക്കില്ല. അത് അങ്ങനൊരു സാധനം. പക്ഷേ ബുദ്ധി രാക്ഷസനാണ്. അവൻ ഇവിടെ അഭിനയിക്കുമ്പോഴും അവിടെ ബിസിനസ് ലോകത്ത് അവന് വേണ്ടി സംസാരിക്കാൻ കുറച്ച് ആളുകളുണ്ട്. അവരാണ് അവൻ്റെ പിൻബലം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ അവനിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചത്. പക്ഷെ നടക്കില്ല. 3ഉം കട്ടയ്ക്ക് നിൽക്കുന്ന കൂട്ടുകാരാണ്. ഒരു രക്ഷയില്ല. കുറേ തവണ ഞാൻ നോക്കി. സായൂജ് പറയുന്നത് കേട്ടിരിക്കുകയായിരുന്നു സഞ്ജീവ്. എന്തായാലും ഇനി നീ അവനെ പെണ്ണ് വിഷയം എന്ന് പറഞ്ഞ് പുറകെ നടക്കണ്ട. അവനതിൽ വീഴില്ല എന്ന് ഉറപ്പായില്ലേ? സഞ്ജീവ് ചോദിച്ചു. പിന്നെ മിത്ര, അവളുമായിട്ടും ഒരുപാട് അടുപ്പം വേണ്ട, സഞ്ജീവ് പറഞ്ഞു. ഇല്ല ഏട്ടാ, ശ്രീദേവിനെ കുരുക്കാനുള്ള എൻ്റെ ചൂണ്ടയിലെ ഒരു ഇര മാത്രമായിട്ട് ഞാൻ ഒന്ന് ഇട്ടുകൊടുത്ത് നോക്കിയതാണ്. പക്ഷേ ഫ്ലോപ്പായിപ്പോയി, സായൂജ് പറഞ്ഞു. എന്തായാലും നാളെ ഞാൻ അവരെ കാണട്ടെ. അവരുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും, സഞ്ജീവ് പറഞ്ഞു. എന്നാ നീ പോയി കിടക്ക്, എനിക്ക് കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. സായൂജ് അപ്പോഴും അവൻ്റെ മുന്നിലെ ഗ്ലാസ്സിൽ നിന്നും സിപ്പ് ചെയ്ത് കുടിക്കുകയാണ്. അവൻ മിത്രയെ വിളിച്ചു. മിത്ര, നിൻ്റെ ഷൂട്ട് കഴിഞ്ഞോ? എന്നാ നമ്മളൊന്ന് കാണണേ. നീ ശ്രീദേവിൻ്റെ പുറകെ മാത്രമേ നടക്കൂ? ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യില്ലേ? സായൂജ് ചോദിച്ചതും, ആര് പറഞ്ഞു ഞാൻ ശ്രീദേവിൻ്റെ പുറകെ മാത്രമേ നടക്കൂന്ന്? നിൻ്റെ ഏട്ടനില്ലേ സഞ്ജീവ് പ്രഭാകർ, അവൻ്റെയും പുറകെ കുറേ നടന്നിട്ടുണ്ട്. നടക്കുക മാത്രമല്ല, അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശരീരത്ത് മാത്രം അവൻ തൊടിയിപ്പിച്ചിട്ടില്ല. അതെന്താടാ? നിൻ്റെ ഏട്ടന് ഇനി പെണ്ണുങ്ങളെയൊന്നും പിടിക്കില്ലെന്നുണ്ടോ? മിത്ര ചോദിച്ചത്. നീ ഒരുമാതിരി വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാലല്ലേ. എൻ്റെ ഏട്ടന് അവന് മനസ്സിനിണങ്ങിയ പെൺകുട്ടിയെ അവൻ സ്വന്തമാക്കിയിരിക്കും. പക്ഷേ അവന് മനസ്സിൽ പറ്റിയ പെൺകുട്ടിയെ കിട്ടിയിട്ടില്ല എന്ന് മാത്രം, സായൂജ് പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എൻ്റെ ഏട്ടനും പിന്നെ ശ്രീദേവിനും മാത്രമേ നിന്ന് കൊടുക്കുള്ളൂ എന്നുണ്ടോ? എന്നെയൊക്കെ ഒന്ന് പരിഗണിക്കാം, സായൂജ് പറഞ്ഞതും, അയ്യോ പരിഗണിക്കാത്ത പോലെ. കഴിഞ്ഞ ദിവസം പരിഗണിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, മിത്ര പറഞ്ഞതും സായൂജ് ഒരു വഷള ചിരി ചിരിച്ചു. ആ, ഇനി എന്നാ കാണാം? നിൻ്റെ ഷൂട്ട് കഴിഞ്ഞില്ലേ? സായൂജ് ചോദിച്ചു. കഴിഞ്ഞൂടാ, ഇനി നാളെയും കൂടിയുണ്ട് ശ്രീദേവുമായിട്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കൂടാം, അവൾ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും വേണ്ട. ഇവിടെ കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. അവരുമായിട്ട് കുറച്ച് ബിസിനസ് ഡീലുകളുണ്ട്. അതൊക്കെയൊന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ നിന്നെ വിളിപ്പിക്കാം. അതുവരെ നീ ശ്രീദേവിൻ്റെ പുറകെ നടക്ക്. നടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ട്രൈ ചെയ്യ്. എപ്പോഴെങ്കിലും അവൻ്റെ മനസ്സൊന്ന് പതറിപ്പോയാലോ? സായൂജ് ചോദിച്ചതും, അവൻ്റെ പേര് സായൂജ് പ്രഭാകർ എന്നല്ല, ശ്രീദേവ് ശക്തി എന്നാണ്. അത് നീ മറക്കണ്ട, മിത്ര പറഞ്ഞതും അതിഷ്ടപ്പെടാത്തതുപോലെ. ഓഹോ, നീ അപ്പോൾ ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ എൻ്റെ അടുത്തേക്ക് വരുന്നത്? സായൂജ് ചോദിച്ചു. അത് പിന്നെ എൻ്റെ ആവശ്യം സഞ്ജീവാണ്, പക്ഷേ അവൻ അടുപ്പിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്?
വേറെ നിവർത്തിയില്ലാതെ വരുമ്പോൾ മാത്രം. അവൾ പറഞ്ഞതും അപ്പുറത്തു നിന്ന് ഫോൺ കട്ട് ചെയ്തു. അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ശ്രീദേവിന് അന്ന് നൈറ്റും ഷൂട്ടുണ്ടായിരുന്നു. തേയുമായിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻ സീനുകളായിരുന്നു കൂടുതലും. നൈറ്റും ഷൂട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ശ്രീദേവ് ദക്ഷയെ വിളിക്കുന്നുണ്ടായിരുന്നു. ദക്ഷ തറവാട്ടിലാണെങ്കിലും ശ്രീദേവിൻ്റെ കോള് വരുമ്പോൾ അവൾ മാറിപ്പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ശരണ്യയ്ക്കും ഭാനുവിനും അവളെ കൂട്ടുകാർക്കെല്ലാം ദേഷ്യം വന്നു തുടങ്ങി. ഇത് തന്നെയായി പോയല്ലേ പെണ്ണിൻ്റെ പണി. അവളെ ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഭാനു പറഞ്ഞതും എന്തിനാടി ഇങ്ങനെ കുശുമ്പ് കൂത്തുന്നത്? നിനക്കൊക്കെ ഞങ്ങളിവിടെ അടുത്തുള്ളത് കൊണ്ടാണ് ഒരു വിലയില്ലാത്തത്. അല്ലെങ്കിൽ ഒരു കോളിന് വേണ്ടി നീയൊക്കെ കാത്തിരുന്നേനെ, വിശ്വം പറഞ്ഞു. ആര്? ഞങ്ങളോ? നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാനോ? അത് പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത്രയും സമാധാനം എന്ന് കരുതും ഞങ്ങൾ. ഭാനു പറഞ്ഞതും വിശ്വം അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ആണോ? ഞാൻ നിനക്ക് അത്രയ്ക്ക് സമാധാനക്കേടാണെങ്കിൽ നീ വേണ്ടാന്ന് വെച്ചോടി. എനിക്ക് അത്രയും സന്തോഷം. എന്തായാലും എനിക്ക് സമയം നല്ലതാണെന്ന് തോന്നുന്നു, വിശ്വം പറഞ്ഞതും. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഭാനു അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അല്ല, നീ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ നിന്നോട് ഇഷ്ടം തോന്നി, അത് പറഞ്ഞു. പക്ഷേ നീ ഇങ്ങോട്ട് കയറി ഇഷ്ടം പറയുന്നു ഞാൻ വിചാരിച്ചില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായാലും പെട്ടു. ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന് കരുതിയിരിക്കുമ്പോൾ നീ എങ്ങാനും എന്നെ വേണ്ടാന്ന് വെച്ച് പോയാൽ അതെനിക്ക് ലോട്ടറിയല്ലേ, അവൻ പറഞ്ഞതും. ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഞാൻ? എന്നതേ ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ കൂട്ടുവെട്ടാം, അവൾ പറഞ്ഞതും. കൂട്ടുവെട്ടാനോ? ഞാനെന്താ LKG പഠിക്കുന്ന കൊച്ചാ കൂട്ടുവെട്ടാൻ? അതല്ല പറഞ്ഞത്. ഈ ബന്ധം ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോവാ, ഭാനു പറഞ്ഞതും. അവസാനിപ്പിക്കോ നീ? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ആ, അവസാനിപ്പിക്കും. നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ശല്യമാണെന്ന്? അത്രയ്ക്കേ നിങ്ങൾ എന്നെ ശല്യമായിട്ട് സഹിക്കാൻ നിൽക്കണ്ട. ഞാനേ ആ സഞ്ജീവ് പ്രഭാകരെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ അങ്ങേരൊന്ന് കയറി കൂടിയിട്ടുണ്ട്. ഹാൻഡ്സം ആണ് ആള്, കൊള്ളാം, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പോയാലേ ഞാൻ ആ പുള്ളിയെ വളയ്ക്കാൻ നോക്കും, അവൾ പറഞ്ഞതും. ആ, നന്നായി, നിനക്ക് കറക്റ്റ് ചേർച്ചയാണ്. ആ, നീ വളച്ചോ, എന്നിട്ട് എന്നോട് അതിൻ്റെ റിസൾട്ട് ഒന്ന് പറയണേ, വിശ്വം പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി. അതെന്താ അങ്ങനെയൊരു ടോക്ക്? ശരണ്യ ചോദിച്ചു. എന്ത്? അല്ല, ഒരു കുറ്റം പറയുന്നത് പോലെ. ഒരു കുറ്റമല്ല പറഞ്ഞത്, ഇവള് നോക്കാന്നല്ലേ പറഞ്ഞത് സഞ്ജീവിനെ. നോക്കട്ടെ, ഞങ്ങളുടെ ദക്ഷ കൊച്ച് രക്ഷപ്പെടും, പിന്നെ ശ്രീദേവും, വിശ്വം പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? സഞ്ജീവ് പ്രഭാകർ ആള് ഒരു ജെന്റിൽമാൻ അല്ലേ? ശ്രീകുട്ടി ചോദിച്ചു. നീ കണ്ടിട്ടുണ്ടോ ഈ സഞ്ജീവ് പ്രഭാകരെ? വിശ്വം ചോദിച്ചു. പിന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്, കാണാൻ നല്ല സുന്ദരനാ, നമ്മുടെ ശ്രീദേവ് സാറിനെ പോലെ തന്നെ, അവൾ പറഞ്ഞു. അതെ, ശ്രീദേവ് സാറിനെ പോലെ കാണാൻ സുന്ദരനാ, പക്ഷേ ശ്രീദേവ് സാറിനെ പോലെയല്ല കയ്യിലിരിപ്പ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നീ തീരുമാനം എടുത്താൽ മതി കേട്ടോ. പിന്നെ മോങ്ങിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്, വിശ്വം പറഞ്ഞു. അപ്പോഴേക്കും വിശ്വത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഫോണിലേക്ക് വന്ന നമ്പർ കണ്ടതും വിശ്വം റോയിയെയും ശങ്കറിനെയും നോക്കിക്കൊണ്ട് അവിടെ നിന്നും മാറിപ്പോയി. അവൻ പോകുന്നത് കണ്ട് റോയും ശങ്കറും പരസ്പരം നോക്കി. പിന്നെ വിശ്വത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അതെയോ? അപ്പോൾ ശ്രീദേവിൻ്റെ ഊഹം തെറ്റിയില്ല. അവർ മനസ്സിൽ കണ്ടപ്പോൾ അവൻ മാനത്ത് കണ്ടു എന്ന് പറയുന്നതാണ് ശരി. എന്തായാലും അതിൻ്റെ കാര്യം അവൻ നോക്കിക്കോളും. അവന് ചെറിയ സംശയമുണ്ടായത് കൊണ്ട് തന്നെയാണ് അവൻ മിത്രയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞതും അവളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുപ്പിച്ചതും. ഇനി ചന്ദ്രമൗലി ഗ്രൂപ്പ് സഞ്ജീവ് പ്രഭാകറിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യവും അവൻ നോക്കിക്കോളും. അവർ ഇവിടെ നിന്ന് മൂന്നാർക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ അവരുടെ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയത്. എന്തായാലും നടക്കട്ടെ, മൂന്നാർ കാണുകയും സഞ്ജീവ് പ്രഭാകർ കാണുകയും എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നവൻ്റെ പേര് ശ്രീദേവ് ശക്തി എന്നാണ്. അത് മറന്നു പോയിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അതെങ്ങനെ ഓർമ്മിപ്പിക്കണമെന്ന് ശ്രീദേവിന് നന്നായിട്ട് അറിയാം. അവനത് വ്യക്തമായി
ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ ഓർമ്മിപ്പിക്കാൻ അവൻ അറിയാം. എന്തായാലും നിങ്ങൾ ശ്രീദേവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? വിശ്വം ചോദിച്ചു. ഇല്ല സർ, ഞങ്ങൾ സാറിനെ ട്രൈ ചെയ്യുമ്പോഴെല്ലാം സാറ് ബിസിയാണ്. സാറിൻ്റെ മാനേജറെ വിളിച്ചപ്പോൾ സാറ് കോളിലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഞങ്ങൾ വിളിക്കുന്നുണ്ട്. മറുവശത്തു നിന്നുള്ള ആൾ പറയുന്നത് കേട്ടതും 1 മിനിറ്റ് എന്ന് പറഞ്ഞ് വിശ്വം ഫോൺ മാറ്റിക്കൊണ്ട് ദക്ഷ എവിടെ? അവൻ ചോദിച്ചു. ദക്ഷ ഇവിടെ എവിടെയെങ്കിലും കാണും, അക്കൂട്ടത്തിൽ കണ്ടില്ലല്ലോ. ആ ദാ വരുന്നു. അപ്പോഴാണ് ശങ്കർ ദക്ഷ വരുന്നത് കാണുന്നത്. ആ 1 മിനിറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു. ദക്ഷ, ആ ഫോണൊന്ന് തരാവോ? വിശ്വം ചോദിച്ചു. ഫോണോ? എന്തിനാ എൻ്റെ ഫോൺ? അവൾ ചോദിച്ചു. ഒന്ന് താടോ എന്ന് പറഞ്ഞതും ദക്ഷ അവൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. അവൻ ഫോൺ പിടിച്ചതും അപ്പോൾ തന്നെ ഫോൺ റിങ് ചെയ്തു. റിങ് ചെയ്യുന്നത് കണ്ടതും അവൻ ദക്ഷയെ ഒന്ന് നോക്കി. ഹലോ, നിങ്ങളൊരു 1 മിനിറ്റ് കഴിയുമ്പോൾ അവനെ വിളിച്ചോളൂ, കിട്ടിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ദക്ഷയുടെ ഫോൺ അറ്റൻഡ് ചെയ്തു. ദക്ഷ? ദക്ഷയല്ല, ഇത് വിശ്വമാണ്. എടാ, നിന്നെ എത്ര നേരമായിന്നറിയോ അവർ വിളിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആയ എന്തോ കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ വിളിക്കുമ്പോഴെല്ലാം നീ ബിസി. മാനേജറെ വിളിച്ചപ്പോൾ നീ കോളിലാണെന്ന് പറയുന്നു. ഫോൺ എടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം ദേഷ്യപ്പെട്ടതും ദക്ഷ എന്തിയെ? ദക്ഷയുടെ ഫോൺ എങ്ങനെയാണ് നിൻ്റെ കയ്യിൽ വന്നത്? നിൻ്റെ ദക്ഷ എൻ്റെ അടുത്തുണ്ട്, ദക്ഷയുടെ ഫോണും എൻ്റെ കയ്യിലുണ്ട്. ഇനി നീ ആ കോൾ അറ്റൻഡ് ചെയ്ത് തീരാതെ ഈ ഫോണിലേക്ക് എങ്ങാനും വിളിച്ചാ? ആര് വിളിച്ചിട്ടും അവന് കിട്ടുന്നില്ല, ഫുൾ ടൈം ബിസിയാണെന്ന് എല്ലാവരും പറയുന്നത്. ദേ, ഇങ്ങനെ പോയാൽ ശരിയാവില്ലട്ടാ ശ്രീദേവ്. വിശ്വം പറഞ്ഞതും നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ആ കോൾ അറ്റൻഡ് ചെയ്യണം, അതല്ലേ? ഞാൻ അറ്റൻഡ് ചെയ്തോളാം. നീ ആ ഫോൺ ദക്ഷയ്ക്ക് കൊടുത്തേ. അവളോട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തതും വിശ്വം ദക്ഷയെ നോക്കി തലകുനിച്ച് നിൽക്കുകയാണ്. ഇടയ്ക്ക് തല പൊക്കി അവരെ 3 പേരെയും നോക്കുന്നുണ്ട്. നിന്നെ പറഞ്ഞിട്ട് എന്താ എൻ്റെ കൊച്ച കാര്യം? നിന്നെയല്ല പറയേണ്ടത്, അവനെയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കൊച്ചു കിടന്ന് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചമ്മാതെ പൊയ്ക്കോളൂ. ഇന്നാ ഫോൺ. കുറച്ച് നേരത്തേക്ക് അവൻ വിളിച്ചെടുക്കലേ. അർജൻറ്റായിട്ടുള്ളൊരു കോളുണ്ട്, അവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സാഹസം ചെയ്തത്. വിശ്വം പറഞ്ഞുകൊണ്ട് അവളുടെ ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ വേഗം തന്നെ അവിടെ നിന്നും ഓടിപ്പോകുന്നത് കണ്ടതും റോയും ശങ്കറും വിശ്വവും പുഞ്ചിരിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.